നമ്മൾ വേഗത്തിൽ കണ്ണൂരേക്ക് കടക്കുമ്പോൾ കണ്ണൂരിന്റെ ജനറലായ ഫിഗർ നമുക്ക് പരിശോധിക്കാം. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം എങ്ങനെയാണ് ചിന്തിച്ചത് എന്നതാണ് പരിശോധിക്കുന്നത്. 2019 ഫിഗർ ഇങ്ങനെയാണ്. കെ സുധാകരൻ 5,29,000 പരം വോട്ടുകൾ നേടുന്നു. പി കെ ശ്രീമതി ഇടതുപക്ഷത്തു നിന്നും 4,30,000. ഒപ്പം സി കെ പത്മനാഭൻ 68,000 പരം വോട്ടുകൾ. മജോറിറ്റി ഭൂരിപക്ഷം 94,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ കെ സുധാകരന്റെ വിജയം കണ്ണൂരിൽ നിന്നും ഉണ്ടാവുന്നത്. കണ്ണൂരിലെ നിയമസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 കഴിഞ്ഞ 2019 ലോക്സഭയ്ക്ക് ശേഷം 21 നിയമസഭയിലേക്ക് വരുമ്പോൾ 5 ഇടതുമുന്നണി, 2 UDF എന്നതാണ് സാഹചര്യം. അതായത് ഇരിക്കൂറും പേരാവൂറും ഒഴികെയുള്ള ബാക്കി 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് തന്നെ വിജയിച്ചു എന്നതായിരുന്നു സാഹചര്യം. എപ്പോഴും ഒരുപക്ഷെ കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ അത് ഇടതിന്റെ മണ്ണ് എന്നാണ് പൊതുവെ നമുക്ക് ഒരു വികാരം എന്ന നിലയിലേക്ക് ഉയർന്നു വരിക എന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂർ ഇടതിന് ചുവപ്പുകോട്ട അല്ലെങ്കിൽ എന്നൊക്കെ പറയാം എന്ന് പറയുമ്പോൾ പോലും പക്ഷേ രാഷ്ട്രീയ വാസ്തവം അതല്ലല്ലോ സജിത്ത്. അതായത് ഇടതിന് മാത്രമല്ല UDFന് കൃത്യമായ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണല്ലോ കണ്ണൂർ. ഏറ്റവും പ്രത്യേകിച്ച് ലോക്സഭാ ചരിത്രത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ UDFനെ ഏറ്റവും അധികം പിന്തുണച്ചിട്ടുള്ള ഒരു ഇടമാണ് അവിടെ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ ആളുകൾ നിരവധി തവണ മത്സരിച്ച ഇടമാണ്. ഒപ്പം ചില അട്ടിമറികളൊക്കെ ഇടക്കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനുമപ്പുറം UDFന്റെ ഒരു ഉറച്ച കോട്ടയോ അല്ലെങ്കിൽ UDFന് അല്പം മേൽക്കൈയുള്ള ഇടം കണ്ണൂർ എന്ന് നമുക്ക് പൊതുവിൽ ആ ലോക്സഭാ മണ്ഡലത്തെ പൊതുവിൽ വിലയിരുത്താം.